നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. US മാർക്കറ്റ് ഇപ്പോൾ സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണുള്ളത്. കൂടാതെ തന്നെ ഏഷ്യൻ മാർക്കറ്റും. പ്രധാന കാരണം ട്രംപ് വീണ്ടും വെടിപൊട്ടിച്ചു. ട്രംപ് പറഞ്ഞിരിക്കുന്നത് സ്റ്റീൽ ഇമ്പോർട്ടിനെല്ലാം തന്നെ 25% താരിഫിൽ നിന്ന് 50% ഉയർത്തും എന്നുള്ള ഒരു വാർത്തയാണ്. ജൂൺ 4 മുതൽ ഇത് എഫക്റ്റീവ്ലി വരും. ചൈന താരിഫ് നിയമങ്ങളെല്ലാം തന്നെ വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആരോപണം. അപ്പോൾ അതിൻ്റെ ഭാഗമെന്നോണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പുള്ളി എന്ത് പറയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ട്രംപിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. ഏഷ്യൻ മാർക്കറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നെഗറ്റീവാണ്. കൂടാതെ US മാർക്കറ്റിൽ നിന്ന് PMI ഡേറ്റയും ജെറോം പവലിൻ്റെ സ്പീച്ച് ഉൾപ്പെടെയുള്ള ഒരുപാട് കീ ഇവൻറ്റുകൾ US മാർക്കറ്റിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തിരുന്നു. സ്റ്റിൽ നമ്മുടെ വെബ്സൈറ്റിൽ അതുണ്ട്. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ കാണാം. US മാർക്കറ്റിൽ നിന്ന് മാനുഫാക്ചറിംഗ് PMI, ജോബ് ഓപ്പണിംഗ്, ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്, ഇനീഷ്യൽ ജോബ് ലിസ്റ്റ് ക്ലൈം, നോൺ ഫാം പേറോൾ ഡേറ്റ. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും വെള്ളിയാഴ്ച ദിവസം ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും വലിയ നമ്മളെ സംബന്ധിച്ചുള്ള ഈവൻറ്റ്. എന്നാൽ ഇത്തരം ഈവൻറ്റുകളെല്ലാം തന്നെ ഗ്ലോബലി സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കൂടാതെ വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും അവസാന ദിവസമാണ് FIS നല്ല രീതിയിൽ സെല്ല് നടത്തിയിരിക്കുന്നത്. അതുവരെ ബയേഴ്സായിരുന്നു. അപ്പോൾ ആ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പുതിയ പ്രസ്താവന മുൻനിർത്തിയാണോ അവർ സെല്ല് ചെയ്തിട്ടുള്ളത് എന്നും കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ കാണാൻ ഏറ്റവും ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് 400 പോയിന്റ് ഇടിഞ്ഞു. കോസ്പി, ചൈന, ഓസ്ട്രേലിയയിലെല്ലാം തന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഉയർന്നു. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഗോൾഡ് ഉയരുകയാണ് ചെയ്യുന്നത്. ഗോൾഡ് $24 ഉയർന്നു. ബിറ്റ് കോയിനും ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ $1300 ഇടിവ് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ഐഡിയ കമ്പനി ലോസാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ലോസ് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 7600 കോടി രൂപ ലോസ്, 7100 കോടി രൂപ ലോസ് ആയിട്ടുണ്ട്. കമ്പനി 20,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. ഐക്കോൺ കമ്പനി അവർക്ക് 1083 കോടി രൂപയുടെ ഓർഡർ കിട്ടി. നെയ്ക്ക കമ്പനി 6 കോടി രൂപയിൽ നിന്ന് 20 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഇനോക്സ് വിൻഡ് 46 നിന്ന് 187 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. അഹ്ലുവാലിയ കോൺട്രാക്ട് 200 കോടി രൂപയിൽ നിന്ന് 83 പ്രോഫിറ്റ് കുറഞ്ഞു. ITDC കമ്പനി 21 നിന്ന് 11 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. റോളക്സ് റിങ്സ് കമ്പനി 23 കോടി രൂപയിൽ നിന്ന് 54 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. അപ്പോളോ ഹോസ്പിറ്റൽ 254 നിന്ന് 390 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ജീനസ് പവർ 31 കോടി രൂപയിൽ നിന്ന് 130 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. PTC ഇൻഡസ്ട്രീസ് 14 കോടി രൂപയിൽ നിന്ന് 24 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. OM ഇൻഫ്ര കമ്പനി 5 കോടി രൂപയിൽ നിന്ന് 22 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. അഫ്കോൺ ഇൻഫ്ര കമ്പനി 464 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടാണ് ഇപ്പോൾ ഉള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ. വൈകിട്ട് 7 മണിക്ക് പുതിയ വാർത്തകളായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. നമ്മുടെ ചാനലിൽ എല്ലാ ട്രേഡേഴ്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. താങ്ക് യു ഓൾ.